വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പ്ലേയിങ് വിത്ത് കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കുന്നത്. നമ്മൾ ഓൾറെഡി ചെയ്ത ഒരു പോർഷൻ്റെ ബാക്കിയാണിത്. അതായത് നമ്മളിവിടെ ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ വെച്ച് വേവ് പഠിച്ച ഓർമ്മയുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് റേഡിയസ് ഷുഡ് ബി ടേക്കൻ ഇൻ ദ കോമ്പസ് ടു ഗെറ്റ് ദിസ് ഹാഫ് സർക്കിൾ. ഈ ഹാഫ് സർക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ആയിരുന്നു റേഡിയസ് എടുത്തത്? ഓർമ്മയുണ്ടോ? നമ്മൾ റേഡിയസ് എടുത്തത് 2 സെൻറ്റിമീറ്റർ ആയിരുന്നു. 2 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് എടുത്തത്. ഡയമീറ്റർ 4 സെൻറ്റിമീറ്ററും. ദാറ്റ് മീൻസ് എ മുതൽ എക്സ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അത് നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കാണുക കേട്ടോ. അത് രണ്ടുമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വാട്ട് റേഡിയസ് ഷുഡ് ബി ടേക്കൻ ടു ദ കോമ്പസ് ടു ഗെറ്റ് ദിസ് ഹാഫ് സർക്കിൾ ആൻഡ് വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് എ എക്സ്. അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ടേക്ക് എ സെൻട്രൽ ലൈൻ ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത് ആൻഡ് ട്രൈ ടു ഡ്രോ ദ വേവ് ഓൺ ഇറ്റ്. അതായത് ഇപ്പം നമ്മൾ വായിച്ച ലൈൻ ഉണ്ടല്ലോ, അതായത് ഇത് നമ്മൾ 8 സെൻറ്റിമീറ്റർ ആണ് എടുത്തത്. ഇതിന് ഡിഫറെൻറ്റ് ആയിട്ട് ലൈൻസ് എടുത്തിട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പം 8 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 12 സെൻറ്റിമീറ്റർ എടുത്തു എന്ന് വിചാരിക്കുക. 12 സെൻറ്റിമീറ്റർ എടുത്തെങ്കിൽ നമ്മൾ 12 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരയ്ക്കുന്നു. 12 സെൻറ്റിമീറ്റർ. എന്നിട്ട് നമ്മൾ വരയ്ക്കേണ്ട ഹാഫ് സർക്കിൾ വരയ്ക്കുന്നതിൻ്റെ റേഡിയസ് എടുക്കുന്നത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് 3 സെൻറ്റിമീറ്റർ റേഡിയസ് എടുക്കുക. അതായത് ഈ 3 സെൻറ്റിമീറ്റർ ഇവിടെ കുത്തിയിട്ട് ഇത് ഈ ഭാഗത്ത് 3 സെൻറ്റിമീറ്റർ വരും. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഇത് കുത്തി റേഡിയസ് എടുത്തിട്ട് 3 സെൻറ്റിമീറ്ററിൻ്റെ വലിപ്പത്തിലുള്ള ഹാഫ് സർക്കിൾ വരയ്ക്കുക. അപ്പം നമുക്ക് 6 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ വരെയുള്ള ദൂരം നമുക്ക് കിട്ടുക. റേഡിയസിൻ്റെ ഇരട്ടിയാണ് ഡയമീറ്റർ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒരു 3 സെൻറ്റിമീറ്റർ മാറ്റി, അതായത് 12 നിന്ന് ഒരു 3 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 9. 9ൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. മനസ്സിലായോ? അങ്ങനെ വരച്ച് കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾ ഈ ലെങ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 8 എന്ന് പറയുന്നതിൻ്റെ 8 എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളൊരു 2 ആണ് എടുത്തത് അല്ലേ? 2 ആണ് ഹാഫ് സർക്കിൾ ഉണ്ടാക്കാൻ എടുത്ത റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 12 എടുത്തപ്പോൾ എത്ര എടുത്തേക്കുന്നത്? 12 എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളൊരു 3 ആണ് എടുത്തത്. അപ്പോൾ 3യുടെ ഇരട്ടി 6 എന്ന് പറയുന്നത് ഈ AX വരെയുള്ള ദൂരം. അപ്പം നമുക്ക് 6 എന്നാണ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഹാഫ് സർക്കിൾ മുകളിലോട്ട് വരയ്ക്കുക. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സെയിം 3 സെൻറ്റിമീറ്റർ ബാക്കിലോട്ട് എടുത്തിട്ട് അവിടെയും എന്ത് ചെയ്യുക? ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. അപ്പം നമുക്ക് എന്താവും? വേവ്സ് കിട്ടും. ഞാൻ ഒരെണ്ണം പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ലെങ്ത് ചെയ്യാൻ പറ്റും. ട്രൈ ടു റീക്രിയേറ്റ് ദ ഫിഗർ വേർ ദ വേവ്സ് ആർ സ്മോളർ ദാൻ ഹാഫ് സർക്കിൾ. ഇനി നമുക്ക് അത് കുറച്ച് ട്രിക്കിയാണ്, അല്ലെങ്കിൽ ടാസ്ക് ആണ്. ഇതുപോലൊരു 8 സെൻറ്റിമീറ്റർ വരെ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ വരച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലൈൻ വരയ്ക്കുക. വരച്ചിട്ട് ഇപ്പം നമ്മളൊരു ഹാഫ് സർക്കിൾ അല്ലേ വരച്ചേ, അതിനു പകരം നമ്മൾ ഹാഫ് സർക്കിൾ വരയ്ക്കുന്നില്ല, പകരം ചെറിയൊരു സർക്കിൾ ഇത്രയും മാത്രമുള്ളത് വരയ്ക്കുക. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, നമ്മൾ ഈ സെൻട്രലിൽ കുത്തിയല്ലായിരുന്നു നമ്മൾ ഹാഫ് സർക്കിൾ വരച്ചത്. ഇത് സെൻട്രലിൽ കുത്തരുത്, പകരം ആ ലൈനിൻ്റെ കുറച്ച് താഴ്ഭാഗത്തായിട്ട്, മനസ്സിലായോ? താഴ്ഭാഗത്തായിട്ട് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതേ ഡിസ്റ്റൻസ് തന്നെ മുകളിൽ ഇവിടെ ഭാഗത്തെടുത്തിട്ട്, അതായത് ഈ ഭാഗത്ത് ഞാൻ ഈ പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തെടുത്തിട്ട് എന്ത് ചെയ്യുക? അടുത്ത വേവ് വരയ്ക്കുക. മനസ്സിലായോ? അപ്പോൾ ഈ ലൈനിൽ കുത്തി നമ്മളിവിടെ ഈ ഭാഗത്താണെങ്കിൽ നമ്മൾ ലൈനിലാണ് എടുത്തത്. ഇപ്പോൾ ലൈനിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് സർക്കിളാണ് കിട്ടുന്നത്. അപ്പോൾ ലെസ് ദാൻ കിട്ടണമെങ്കിൽ ആ ലൈനിൻ്റെ ഇപ്പം നമ്മളിവിടെ 2 സെൻറ്റിമീറ്റർ ഇവിടെയാണ് എടുത്തത് അല്ലേ? ഞാൻ പറയാം, നമ്മളിപ്പോൾ 2 സെൻറ്റിമീറ്റർ ഇവിടെ എടുത്തേ അല്ലേ? അതിന് കുറച്ച് താഴ്ഭാഗത്തോട്ട് നീക്കി കോമ്പസ് കുത്തിയ ശേഷം ഹാഫ് സർക്കിളല്ല, ലെസ് ദാൻ ഹാഫ് വരയ്ക്കുക. അടുത്ത നോക്കിയാൽ കണ്ണ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഇതൊരു കണ്ണെങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. നോക്കിയേ, ഇവിടെ നമ്മളൊരു കണ്ണെങ്ങനെ വരയ്ക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടേ. അതായത് ഒരു കോമ്പസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ആർക്ക്, ഹാഫ് ഇല്ല, ചെറിയൊരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റിൽ സെയിം ഒരു ആർക്ക് വരയ്ക്കുക. കണ്ടോ? ഇപ്പം നിങ്ങൾക്ക് ഒരു കണ്ണിൻ്റെ ഷേപ്പ് കിട്ടി. എന്നിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം വൃത്തിയായിട്ട് തുടയ്ക്കുക. അതിന് ശേഷം
ഞാൻ നടുഭാഗത്തല്ല സൈഡിലാണ് കണ്ണിൻ്റെ ഐബോൾസ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് നടുഭാഗത്താണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നടുക്കോട്ട് മാറ്റി അത് വരച്ചാൽ മതി. പിന്നെ അടുത്തതെന്ന് പറയുന്നത് അവർ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ആർട്ട് വർക്ക് ഇതുപോലെ കോമ്പസും റൂളറും ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ അതിനൊരു ആർട്ട് വർക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കോമ്പസ് വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ആദ്യമേ സർക്കിൾ വരയ്ക്കുന്നു. അതിനുശേഷം ആ സർക്കിൾ വരച്ച ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആർക്കാണ് വരയ്ക്കുന്നത് അതിൻ്റെ സെൻറ്ററിലൂടെ, അതായത് ആ കോമ്പസ് വെച്ച ഭാഗമല്ലേ, നിങ്ങൾക്കത് കാണാൻ പറ്റും. ആ കോമ്പസ് പോയിട്ടുള്ള ആ ഭാഗത്തൂടെ തന്നെയാണ് നമ്മളത് വരയ്ക്കുന്നത്. വരച്ചിട്ട് പിന്നെ രണ്ടാമത് ആർക്ക് വെക്കുമ്പോൾ നമ്മൾ എവിടെയാണോ ആർക്ക് വരച്ച് നിർത്തിയത് അവിടെയാണ് കോമ്പസ് വെക്കുന്നത്. അപ്പോൾ ആ കോമ്പസ് വെക്കുന്ന പൊസിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ കറക്റ്റായിട്ട് ഫിഗർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വരും. നമ്മൾ ഓരോ പ്രാവശ്യം എവിടെയാണോ കോമ്പസ് വെക്കുന്നത് നോക്കണം. കോമ്പസ് വെക്കുന്ന പോയിൻ്റ് ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോ ആർക്ക് വരുന്നത് ആർക്ക് എവിടെയാണോ സർക്കിളിൽ മുട്ടുന്നത് ആ ഭാഗത്താണ് നമ്മൾ അതിൻ്റെ കോമ്പസ് വെക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗത്തായിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടോ, ഒരു അടുത്ത് വരച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ആ ആർക്ക് എവിടെയാണോ നിൽക്കുന്നത് അവിടെ കുത്തിയാണ് അടുത്ത ഫ്ലവറാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. ഫ്ലവറിൻ്റെ ഓരോ ഇതളും വരയ്ക്കുന്നത് ശ്രദ്ധിച്ച് വരയ്ക്കുക. കണ്ടോ, നമുക്കിപ്പോൾ ആ എൻഡിൽ ഇനി 2 ഇതിലൂടെ നമുക്ക് വരയ്ക്കാനുണ്ട്. അത് നമ്മൾ ഇതുപോലെ ആർക്കിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വരയ്ക്കുകയാണ്. കണ്ടോ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ അത് കിട്ടി. ഇതൊരു ആർട്ട് വർക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നല്ല ഭംഗിയിൽ അത് കളറൊക്കെ ചെയ്ത് വളരെ ഭംഗിയാക്കി എടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കളറൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ തീർക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ എടുക്കുന്നതുകൊണ്ട് നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കേൾക്കാമേ.